കഴിവും കഠിനാധ്വാനവും കൊണ്ട് കാനഡയിലെ ആനിമേഷൻ ഇൻഡസ്ട്രി കീഴടക്കിയ ഒരു മലയാളിയെ പരിചയപ്പെടാം. കുര്യൻ ഉണ്ണുണ്ണി സാമുവൽ. സോണി പിക്ചേഴ്സ് ഇമേജ് വർക്സിൽ സീനിയർ ലീഡ് പൈപ്പ്ലൈൻ ടി.ഡി.യാണ് കുര്യൻ. ഓസ്കർ നേടിയ സ്പൈഡർമാൻ ചിത്രമാണ് കുര്യന്റെ കരിയറിലെ ഹൈലൈറ്റ്. ആനിമേഷനിൽ താല്പര്യമുള്ളവർക്ക് വളരാൻ പറ്റിയ സാഹചര്യമാണ് കാനഡയിലെന്ന് കുര്യൻ പറയുന്നു. ഗ്ലോബൽ റിപ്പോർട്ടറിന് കുര്യൻ നൽകിയ പ്രത്യേക അഭിമുഖത്തിലേക്ക്. സ്പൈഡർമാൻ, ഹോട്ടൽ ട്രാൻസിൽവേനിയ, ആംഗ്രി ബേർഡ്സ്, വെനം, ട്രാൻസ്ഫോമേഴ്സ് തുടങ്ങിയ നിരവധി ബോക്സ് ഓഫീസ് ഹിറ്റുകൾക്ക് പിന്നിൽ പട്ടാഴിക്കാരനായ കുര്യൻ ഉണ്ണുണ്ണി സാമുവലിന്റെ മിടുക്ക് കൂടിയുണ്ട്. കുര്യന്റെ വീട്ടിലെ ചുവരുകൾ നിറയെ ഈ ചിത്രങ്ങളുടെ പോസ്റ്ററുകളാണ്. ഒരു സാധാരണ സിനിമാ പ്രേമിയുടെ പോസ്റ്റർ കളക്ഷൻ പോലെയല്ല, മറിച്ച് കുര്യൻ ടെക്നിക്കൽ ഡയറക്ടറായി പ്രവർത്തിച്ച ഹോളിവുഡ് ചിത്രങ്ങളുടെ പോസ്റ്ററുകളാണിത്. മിക്കതും ചിത്രത്തിന്റെ ഡയറക്ടറുടെയും പ്രൊഡ്യൂസറുടെയും ഓട്ടോഗ്രാഫോട് കൂടിയത്. ഓസ്കാർ നേടിയ സ്പൈഡർമാൻ ഇൻടു ദ സ്പൈഡർവേഴ്സിൽ എത്തിനിൽക്കുന്നു കുര്യന്റെ വിജയം. ചിത്രത്തിന്റെ നിർമ്മാണത്തോടനുബന്ധിച്ച് സോണി പുറത്തിറക്കിയ ലിമിറ്റഡ് എഡിഷൻ ബുക്ക് സ്വന്തമാക്കിയ ചുരുക്കം ചിലരിൽ ഒരാളാണ് കുര്യൻ. ഏറെ അഭിമാനത്തോടെയാണ് സ്പൈഡർമാന് പിന്നിലെ പ്രയത്നം കുര്യൻ വിവരിക്കുന്നത്. ഇത്രയും വലിയൊരു പ്രോജക്റ്റ് ആവുന്നൊന്നും അന്ന് ശരിക്കും പറഞ്ഞാൽ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആർക്കും അത്രയും പ്രതീക്ഷയൊന്നുണ്ടായിരുന്നു. കാരണം ആ സമയത്ത് ശരിക്കും ഒരു സാധാരണ സ്പൈഡർമാൻ മൂവി, പിന്നെ ഇവഞ്ച്വലി അതിൻ്റെ സ്റ്റൈലൊക്കെ ഡെവലപ്പ് ചെയ്ത് വന്ന ശേഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഒരു കംഫർട്ട് ഉണ്ടായി. അതായത് ഈ പ്രോജക്റ്റ് ഒരു സ്പെഷ്യൽ പ്രോജക്റ്റ് ആയിരിക്കും എന്നുള്ളൊരു ഫീലിങ്സ് ഉണ്ടായി. ഒരുപാട് ടെക്നിക്കൽ ചലഞ്ചസ് ആക്ച്വലി ഈ മൂവിക്ക് ഉണ്ടായിരുന്നു. കാരണം ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവിയിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്, ഒരുപാട് അസറ്റ്സ് ഉണ്ട്, എൻവയൺമെൻറ്റ്സ് ഒക്കെ വളരെ ഹ്യൂജ് ആയിട്ടുള്ള, അതായത് ന്യൂയോർക്ക് സിറ്റി, ഹോൾ സിറ്റി ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഓരോ ക്യാരക്ടറിൻ്റെയും എക്സ്പ്രഷൻസിൻ്റെ സമയത്തൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ അറിയാം. അതിനകത്ത് ഇൻക്ലൈൻസ് ഉണ്ടായിരുന്നു ഫേസിലും എക്സ്പ്രഷൻസിലും ഒക്കെ. ആ ലൈൻസൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ പുതിയതായിട്ട് നമ്മൾ ഇൻവെൻറ്റ് ചെയ്ത ഒരു ടെക്നോളജിയാണ്. പിന്നെ അതിൻ്റെ ലാസ്റ്റ് കൊളൈഡർ സീക്വൻസിൽ ഉണ്ടായിരുന്ന വേഴ്സ് കൊളൈഡ് ചെയ്യുന്ന സീക്വൻസ് ഒരുപാട് ഹ്യൂമൻ എഫേർട്ടും അതിനെക്കാട്ടിലുപരി ഒരുപാട് മെഷീൻ അവേഴ്സും ഒരുപാട് കുറവേഴ്സും എടുത്ത സാധനങ്ങളാണ് അത് റെൻഡർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഒരു പൈപ്പ് ലൈൻ്റെ ഒരു പാർട്ടാവാൻ പറ്റി എന്നുള്ളത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ്. ഞാൻ ശരിക്കും അതിൻ്റെ ഒരു ഫുൾ ടൈം പൈപ്പ് ലൈൻ ആയിരുന്നില്ല. കാരണം നമ്മൾ ടെസ്റ്റ് ചെയ്ത ശേഷം ഞാൻ ഹോട്ടൽ ട്രാൻസിൽവേനിയയിലേക്ക് മൂവ് ചെയ്തു. പിന്നെ ഹോട്ടൽ ട്രാൻസിൽവേനിയ ഫിനിഷ് ചെയ്ത ശേഷമാണ് ഞാൻ വീണ്ടും സ്പൈഡർമാനിലേക്ക് വരുന്നത്. കുറച്ച് ആ ലാസ്റ്റ് കൊളൈഡർ സീക്വൻസുകളൊക്കെ വരുന്ന സമയത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വരുന്നത്. ഈ മൂവി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും സംബന്ധിച്ച് ശരിക്കും ഒരു പ്രൗഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ പുറകിൽ ഒരുപാട് ഹാർഡ് വർക്കിംഗ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഓരോ ആർട്ടിസ്റ്റും ഇൻഡിവിജ്വലി ഒരു അനിമേറ്റർ ആയാലും മോഡലിംഗ് ആർട്ടിസ്റ്റ് ആയാലും ടെക്സ്ചറിങ് ആർട്ടിസ്റ്റ് ആയാലും എല്ലാവർക്കും ഒരുപാട് എന്താ പറയുക കഥകളുണ്ടായിരുന്നു പറയാൻ. കാരണം അത്രയും ഹാർഡായിരുന്നു ആ പ്രോജക്റ്റിൻ്റെ ഓരോ ഷോട്ടും. അതുകൊണ്ട് തന്നെയല്ലേ എല്ലാവർക്കും ആ മൂവി ഒരു വലിയ എന്താ പറയുക ഒരു ഇൻസ്പിറേഷനാണ്, ഒരു അച്ചീവ്മെൻ്റാണ്. ഹോളോമാൻ, ജുറാസിക് പാർക്ക് എന്നീ ചിത്രങ്ങളിലെ വിഷ്വൽ എഫക്ട്സ് കണ്ട ആകാംക്ഷയാണ് കുര്യനെ ആനിമേഷനിൽ എത്തിച്ചത്. തിരുവനന്തപുരം വിസ്മയിൽ നിന്ന് ആനിമേഷന്റെ ആദ്യ പാഠങ്ങൾ പഠിച്ച കുര്യൻ ടൂൺസിലാണ് കരിയർ ആരംഭിച്ചത്. പിന്നീടങ്ങോട്ട് കഠിനാധ്വാനത്തിന്റെ കഥയാണ് കുര്യന് പറയുവാനുള്ളത്. ഒരു 3 ഇയേഴ്സോളം ടൂൺസിലുണ്ടായിരുന്നു. അതിനുശേഷം ടൂൺസിൽ നിന്ന് ഞാൻ DQ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഹൈദരാബാദിലൊരു കമ്പനിയിലേക്ക് വന്നു. അവിടെ ഒരു 4 ഇയേഴ്സോളം വർക്ക് ചെയ്തു. അതിനുശേഷം അവിടെ ഞാൻ IT മാനേജറായിട്ട് വർക്ക് ചെയ്തു. അതിനുശേഷം അവിടുന്ന് ഞാൻ ഇസ്രായേലിലേക്ക് പോയി. ഇസ്രായേലിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം ഇസ്രായേലിൽ ഒരു സ്വന്തമായിട്ട് അവരുടെ ഒരു മൂവി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ പോയി 2 വർഷത്തോളം അവിടെ വർക്ക് ചെയ്തു. പക്ഷേ അന്ന് ആ റിസഷൻ്റെ സമയമൊക്കെ ആയിരുന്നു. അങ്ങനെ ആ മൂവി ഒരു സക്സസ് ആയില്ല. അതിനുശേഷം ഞാൻ ഓസ്ട്രേലിയയിൽ ഡോക്ടർ ഡീൽ വന്നു. അവിടെ എന്നിട്ട് ഹാപ്പി ഫിറ്റ് 2 എന്ന് പറഞ്ഞ മൂവി അവിടെ ഫിനിഷ് ചെയ്തു. അങ്ങനെ അവിടെ അത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് എനിക്ക് സോണിയിലേക്ക് ഓഫർ വരുന്നത്. ഞാൻ സോണി US ജോയിൻ ചെയ്തു. അതിനുശേഷം അവിടുന്ന് നമ്മളുടെ ഹോൾ സ്റ്റുഡിയോ വാൻകൂവറിലേക്ക് മാറി. നമ്മുടെ ഹെഡ് ഓഫീസ് ഇങ്ങോട്ട് മാറി. അപ്പം നമ്മൾ ഇവിടേക്ക് വന്നു. ഇവിടെ നമ്മൾ വരുന്ന സമയത്ത് വേണ്ടത് 22 അത്രയും ഹെഡ് കൗണ്ട് ഉണ്ടായിരുന്നുള്ളൂ. എന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സോണി ഒരു വലിയൊരു അനിമേഷനിൽ ഓൾമോസ്റ്റ് 1,100 പീപ്പിളോളം ഹെഡ് കൗണ്ട് ഉണ്ട്. ഓസ്കാർ വിജയം വിലപ്പെട്ടതാണെങ്കിലും 17 വർഷത്തെ കരിയറിൽ കുര്യന് ഇന്നും പ്രിയപ്പെട്ടത് ഹാപ്പി ഫീറ്റ് 2 എന്ന ചിത്രത്തിനു വേണ്ടി തയ്യാറാക്കിയ സാങ്കേതിക വിദ്യയാണ്. ഹാപ്പി ഫീറ്റ് 2 നമ്മൾ ഡിസൈൻ ചെയ്തെടുത്ത കുറേ കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫെദർ സിസ്റ്റം,
ഫുള്ളി വർക്കിംഗ് ഫെദർ സിസ്റ്റം ഡിസൈൻ ചെയ്തെടുത്തു. അതിനുശേഷം സ്നോ, ഒരുപക്ഷെ നേച്ചറിലുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ടഫായിട്ടുള്ള ഒരു ആസ്പെക്റ്റാണ് സ്നോ റീക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സ്നോ റീക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബിലീവബിളായിട്ട് സ്നോ റീക്രിയേറ്റ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഭയങ്കര ടെക്നിക്കൽ അച്ചീവ്മെൻ്റ്. അതിനകത്ത് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. പിന്നെ വാട്ടർ ഇൻട്രാക്ഷൻ സീൻസുകൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ടെക്നിക്കൽ അച്ചീവ്മെൻ്റ് ആയിരുന്നു. ഓരോ ചിത്രത്തിന്റെയും നിർമ്മാണം സുഗമമായി നടപ്പാക്കുക എന്നതാണ് ഒരു ടെക്നിക്കൽ ഡയറക്ടറിന്റെ പ്രധാന ദൗത്യം. എല്ലാ ഡിപ്പാർട്ട്മെന്റുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ ഒരു സ്റ്റുഡിയോയുടെ വർക്ക് ഫ്ലോയെക്കുറിച്ച് നല്ല ധാരണ വേണം. അതേസമയം ടെക്നിക്കൽ ഡയറക്ടേഴ്സിന്റെ അധ്വാനത്തിന് വേണ്ടത്ര അംഗീകാരം കിട്ടാറില്ല എന്ന അഭിപ്രായത്തോട് കുര്യനും യോജിക്കുന്നു. ഒരു ടെക്നിക്കൽ ഡയറക്ടറിന് പറയാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ പേര് ക്രെഡിറ്റ് ലിസ്റ്റിലുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. കാരണം നമ്മളെ സംബന്ധിച്ച് കാണിക്കാനൊന്നുമില്ല. ഇപ്പോൾ ഒരു അനിമേറ്ററിനാണെന്നുണ്ടെങ്കിൽ ആ ഷോട്ട് കാണിക്കാം, ഒരു ക്യാരക്ടർ ഡിസൈനറിനാണെന്നുണ്ടെങ്കിൽ ക്യാരക്ടറിനെ കാണിക്കാം, മോഡലിംഗ് ആർട്ടിസ്റ്റിനാണെങ്കിൽ ആ ക്യാരക്ടറിനെ കാണിക്കാം. നമ്മളെ സംബന്ധിച്ച് കാണിക്കാൻ നമ്മളുടെ കയ്യിൽ കുറേ ലൈൻ ഓഫ് കോഡുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതൊരിക്കലും നമുക്ക് വേറൊരാളുടെ അടുത്ത് പ്രൂവ് ചെയ്യാനും പറ്റില്ല. അത് അറിയാവുന്ന കുറച്ച് പേരെന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയിലുള്ളവർ മാത്രമാണ്. വേറെ ആരും ഇതിനെപ്പറ്റി ഒരു ഐഡിയയും ബേസിക്കലി ഉണ്ടാവില്ല. ആ സാധനത്ത് അത് നമ്മൾ പലയിടത്തും നമ്മൾ ഈ കാര്യം നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ ഓപ്പൺ ഡിസ്കഷനിലേക്ക് ഇത് വരുന്നതാണ്. കാരണം നമ്മളെ ആരും പറയുന്നത് അൺസങ് ഹീറോസ് എന്നാണ് ബേസിക്കലി പൈപ്പ് ലൈൻ ടിഡിസിനെ ആൾക്കാർ പറയുന്നത്. അതാണ് അതിൻ്റെ ഫാക്റ്റ്. ആനിമേഷൻ ഇൻഡസ്ട്രിയിലെ ജോലി ഏറെ ആസ്വദിച്ച് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ്. എന്നാൽ അതിന് പിന്നിലെ അധ്വാനവും ചെറുതല്ല. ഡെഡിക്കേഷൻ ഇതിനകത്തൊരു വലിയ ഫാക്ടറാണ്. പിന്നെ എവറി ഡേ നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഇതിനകത്ത് എന്തെങ്കിലും സക്സസ് ആകാൻ പറ്റുള്ളൂ. ഇപ്പം ഞാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ എവറി സിംഗിൾ ഡേ നമ്മൾ എന്തെങ്കിലും പുതിയ കാര്യം നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കും. പ്ലസ് എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും അതിനെ എന്താ പറയുക, ഒരു കാം മൈൻഡോടുകൂടി അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു ലൈം ലൈറ്റ് തിങ് ആണ്. പക്ഷേ അതിനേക്കാട്ടിലുപരി ഇതിനുള്ളിൽ ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ട്. ഒരുപാട് നൈറ്റ്സ് നമ്മൾ ഓവർ ടൈം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു നല്ല ഇൻഡസ്ട്രിയാണ്. നമ്മളുടെ പാഷൻ അനുസരിച്ച് നമുക്ക് പാഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻഡസ്ട്രി ടു വർക്ക്. കൊട്ടാരക്കര പട്ടാഴി സ്വദേശികളായ സാമുവലിന്റെയും ലില്ലിക്കുട്ടിയുടെയും മകനാണ് കുര്യൻ. ഭാര്യ ലിഷിയോടൊപ്പം വാൻകൂവറിലാണ് താമസം. എന്തിലും ഏതിലും മലയാളി സാന്നിധ്യം അന്വേഷിക്കുന്നതിനെ നമ്മൾ ട്രോളാറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഇത്തരം വാർത്തകൾ പ്രചോദനമാണ്. കഠിനാധ്വാനവും ഇച്ഛാശക്തിയും കൊണ്ട് ഹോളിവുഡിലെ വമ്പൻ ചിത്രങ്ങളുടെ ഭാഗമാകാൻ സാധിക്കും. കുര്യന്റെ വിജയം തെളിയിക്കുന്നത് ഇതാണ്. തമ്പാനു മോഹനൊപ്പം വാൻകൂവറിൽ നിന്ന് ചിമു അഗസ്റ്റിൻ, ഗ്ലോബൽ റിപ്പോർട്ടർ.